Hi all, welcome to this new video. So, നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എംഐയുടെ ഏറ്റവും പുതിയ ഫോണിനെ കുറിച്ചിട്ടാണ്, Redmi Note 9. സോ അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. സോ അപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ 4 ബാക്ക് ക്യാമറയും ഒരു ഫ്രണ്ട് ക്യാമറയുമായിട്ടാണ് Redmi Note 9 വന്നേക്കണേ. അതേപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വന്നേക്കുന്നത് ബാക്ക് സൈഡിലാണ്. 3 കളേഴ്സിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്: ആർട്ടിക് വൈറ്റ്, അക്വ ഗ്രീൻ ആൻഡ് പെബിൾ ഗ്രേ. ഒരു സ്പെഷ്യൽ കളേഴ്സാണ് 3ഉം അവർ ഇതിനകത്ത് കൊടുത്തേക്കണത്. സോ അപ്പോൾ ഇതിൻ്റെ മെയിൻ സ്പെക്കാണ് നമ്മളിതിനടുത്ത് പറയാൻ പോണേ. ഹീലിയോ G85 എന്ന് പറഞ്ഞ ഒരു നല്ല പ്രൊസസ്സറാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കണേ. മീഡിയാടെക്കിൻ്റെ പ്രൊസസ്സറാണ്. 48 മെഗാ പിക്സൽ കോഡ് ക്യാമറ സെറ്റപ്പാണ് ഇതിനകത്ത് ബാക്ക് സൈഡിൽ കൊടുത്തേക്കണേ. ഫ്രണ്ടിൽ നമുക്കൊരു സെൽഫി ക്യാമറയും അവൈലബിൾ ആണ്. 5020 mAh ഫാസ്റ്റ് ചാർജിങ് ബാറ്ററി. അപ്പോൾ ഫാസ്റ്റ് ചാർജറിൻ്റെ വാട്ട്സ് നോക്കി കഴിഞ്ഞാൽ 22.5 വാട്ട്സാണ് ഇവിടെ കൊടുത്തേക്കണേ. ദെൻ ഡിസൈനും വളരെ നല്ലൊരു അറോറ ബാലൻസ് ഡിസൈനാണ് കൊടുത്തേക്കണത്. അതേപോലെ ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ P2I കോട്ടിങ്. അപ്പോൾ അധികം സ്പ്ലാഷസോ ചെറിയ സ്പ്ലാഷസ് ഒക്കെ വരാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അതേപോലെ ഒരു IPS ഡോട്ട് ടൈപ്പ് ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കണം. അതായത് നോച്ച് ടൈപ്പ് ഡിസ്പ്ലേ അല്ല ഇവിടെ കൊടുത്തേക്കണേ. അതിൻ്റെ ഫ്രണ്ട് ക്യാമറ ഒരു ഡോട്ട് ടൈപ്പ് ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കണത്. അതുപോലെ സൈസ് എന്ന് പറയുന്നത് 6.53 ഇഞ്ച് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. സോ അപ്പോൾ ഇതിൻ്റെ പ്രൊസസ്സറിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഹീലിയോ G85 പ്രൊസസ്സറാണ്. വളരെ നല്ലൊരു പ്രൊസസ്സറാണ്. octa-core പ്രൊസസ്സർ വിത്ത് മാക്സിമം ഫ്രീക്വൻസി ഓഫ് 2 GHz. അപ്പോൾ 2 GHz ആണ് ഇതിൻ്റെ മാക്സിമം ഫ്രീക്വൻസി. പിന്നെ octa-core പ്രൊസസ്സറാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം അത്യാവശ്യത്തിന് നല്ല പെർഫോമൻസ് ഇതിന് കൊടുക്കാൻ പറ്റും. അതേപോലെ റാം എന്ന് പറയുന്നത് DDR4 ടൈപ്പ് റാമാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ഈ ഫോൺ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. നെക്സ്റ്റ് ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ 4 ക്യാമറകളാണെന്ന് പറഞ്ഞിരുന്നു. 48 മെഗാ പിക്സൽ ക്യാമറയും അതേപോലെ വൈഡ് ആംഗിൾ ക്യാമറ, മാക്രോ ക്യാമറ, ഡെപ്ത് സെൻസിങ് ക്യാമറ. ഇതൊക്കെയാണ് ഈ ബാക്ക് സൈഡിലുള്ള ഫീച്ചേഴ്സ്. ഫ്രണ്ട് സൈഡിൽ നമുക്കൊരു സെൽഫി ക്യാമറയും അവൈലബിൾ ആണ്. അതൊരു ഡോട്ട് ടൈപ്പാണ്. ഇപ്പോൾ ക്യാമറയെ കുറിച്ച് കൂടുതൽ പറയാൻ വെച്ച് കഴിഞ്ഞാൽ 48 മെഗാ പിക്സൽ AI പവർഡ് ക്യാമറയാണ് ബാക്ക് സൈഡിൽ വരുന്ന മെയിൻ ക്യാമറ. ദെൻ സെക്കൻഡ് ക്യാമറ ആയിട്ടുള്ളത് 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അൾട്രാ വൈഡിൻ്റെ മാക്സിമം ആംഗിൾ എന്ന് പറയുന്നത് 118 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ ഒരു 2 മെഗാ പിക്സൽ 2 സെൻറ്റിമീറ്റർ മാക്രോ ലെൻസ് അവൈലബിൾ ആണ്. അതേപോലെ ഡെപ്ത് സെൻസറും ഒരു 2 മെഗാ പിക്സൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയാൻ വെച്ച് കഴിഞ്ഞാൽ 13 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ അതിനകത്ത് കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു AI ബ്യൂട്ടി, സ്പെഷ്യൽ എഫക്ട്സ്, ഷോർട്ട് വീഡിയോ, അപ്പോൾ ഇങ്ങനത്തെ കുറേ ഫീച്ചേഴ്സൊക്കെ അവർ ഫ്രണ്ട് ക്യാമറയിലും കൂടി ഈ പ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ദ ബാറ്ററി. 5020 mAh ബാറ്ററിയാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അത് അത്യാവശ്യത്തിന് നല്ലൊരു ഹൈ പെർഫോമൻസ് തരുന്ന ബാറ്ററി തന്നെയാണ്. നമുക്ക് കുറേ നേരം ഗെയിം കളിക്കാനും ഫോൺ വിളിക്കാനും ഒക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. 5020 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. ദെൻ അത് കൂടാണ്ടൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് ഫാസ്റ്റ് ചാർജർ ഇതിനകത്ത് ഇൻ ദ ബോക്സ് ആണ്. അതായത് 22.5 വാട്ട്സ് ഫാസ്റ്റ് ചാർജറാണ് ഇതിൻ്റെ ഒപ്പം അവർ തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു സ്പെഷ്യാലിറ്റി ഈ ഒരു ഫോണിൽ ഞാൻ കണ്ടേക്കുന്നത് 9 വാട്ട്സ് റിവേഴ്സ് ചാർജിങ്. അത് ഈ ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേറെ ഇവരുടെ MIയുടെ ഫോൺസൊന്നും ഇപ്പോൾ ഇത് അധികം കണ്ടിട്ടില്ല. Note 9 Pro Max എന്ന് പറഞ്ഞ മോഡൽ വരെ ആയാലും അതിനകത്ത് റിവേഴ്സ് ചാർജിനെ കുറിച്ചൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. സോ അപ്പോൾ ഇതിനകത്ത് അഡീഷണൽ ആയിട്ടുള്ളൊരു മെയിൻ അഡ്വാൻറ്റേജ് കണ്ടത് 9 വാട്ട്സ് റിവേഴ്സ് ചാർജിങ് ഈസ് അവൈലബിൾ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇയർബഡ്സോ സ്മാർട്ട് ബാൻഡോ എന്തെങ്കിലുമൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ നമുക്കൊരു 9 വാട്ട്സ് വരെ ഇതിനകത്തുനിന്ന് റിവേഴ്സ് ചാർജ് ചെയ്യാൻ പറ്റും. അതൊരു നല്ല ഫീച്ചറായിട്ട് തോന്നി. കാരണം ഇത് അധികം സാധാരണ MIയുടെ തന്നെ ഫോണുകൾക്ക് തന്നെ വളരെ കുറവാണ് ഈ ഒരു ഫീച്ചർ. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഡോട്ട് ഡിസ്പ്ലേ ആണ്. അപ്പോൾ 6.53 ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് നമുക്കിതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നോച്ച്ലെസ് ആണ്, ഡോട്ട് ടൈപ്പ് ഡിസ്പ്ലേ ആണ്.
13 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് സെൽഫി ക്യാമറ ആയിട്ട് വെച്ചേക്കുന്നത്. ദെൻ സാധാരണ നമ്മൾ കാണുന്ന പോലെ തന്നെ ടൈപ്പ് സി പോർട്ടാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കണേ. അതേപോലെ നമുക്ക് എംഐയുടെ ഒരുവിധ എല്ലാ ഫോണിലും ഉള്ള ആ ഒരു ഫീച്ചർ അവർ ഇതിനകത്തും ആഡ് ചെയ്തിട്ടുണ്ട്, IR റിമോട്ട്. അപ്പോൾ നമുക്ക് AC, TV അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് ഈ IR റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. IR യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരുവിധ എല്ലാ പ്രൊഡക്ട്സും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ റിമോട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഹെഡ്ഫോൺ ജാക്ക് 3.5 mm ഹെഡ്ഫോൺ ജാക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ കുറേ അധികം ഫീച്ചേഴ്സ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഫോണിൽ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് ചാർജിങ് ഉണ്ട്, ടൈപ്പ് സി പോർട്ടാണ്, അതായത് 22 വാട്ട്സ് ചാർജർ ഇൻ ദ ബോക്സ് ആണ്. അപ്പോൾ അങ്ങനെ കുറേ ഫീച്ചർ, പിന്നെ നല്ല പ്രൊസസ്സറാണ്, G85 പ്രൊസസ്സർ, റാമിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് പോകാം. അപ്പോൾ 3 വേരിയൻസിലാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് 12,000 റുപ്പീസിൻ്റെ, നെക്സ്റ്റ് വന്നത് 13,500ൻ്റെ, അതേപോലെ നെക്സ്റ്റ് വന്നത് 15,000ൻ്റെ. ഇപ്പോൾ ഏറ്റവും ലോവെൻഡ് മോഡൽ എന്ന് പറയുന്നത് 12,000 ആണ്. അപ്പോൾ ഈ 12,000ൽ ഇതൊരു നല്ല ഫോൺ തന്നെയാണ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് നമുക്ക് അത്യാവശ്യത്തിന് ബാക്ക് സൈഡിലാണെങ്കിൽ 48 മെഗാപിക്സൽ ക്യാമറ അവൈലബിൾ ആണ്. ഇൻസൈഡ് ദ ബോക്സ് 22 വാട്ട് ചാർജർ, റിവേഴ്സ് ചാർജിങ്, ടൈപ്പ് സി, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഇതിനകത്ത് ക്ലബ്ഡ് ആണ്. വെറും 12,000 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ഫോൺ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു സ്പെക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ അടുത്ത മോഡൽ എന്ന് പറഞ്ഞാൽ 4GB ആയിരിക്കും, പക്ഷേ 128 GB സ്റ്റോറേജ് ഉണ്ടാവും. അപ്പോൾ സ്റ്റോറേജിൻ്റെ കൂടുതൽ ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ 4GB റാം ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലവർക്ക് ഫോട്ടോസ് കാര്യങ്ങൾ കൂടുതൽ എടുക്കാനും സ്റ്റോറേജിൻ്റെ കൂടുതൽ ആവശ്യമുള്ളത് കൊണ്ട് ഒരു 1,500 രൂപയുടെ വ്യത്യാസമാണ് മേലെ ഇതിനകത്ത് വന്നേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്പീഡും കാര്യങ്ങളും കൂടി വേണമെന്ന് വിചാരിക്കും. അതായത് നമുക്ക് കുറേ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്, കുറേ ഹെവി വർക്കുകൾ നമുക്ക് വരുന്നുണ്ട്, മൾട്ടിപ്പിൾ ആപ്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് റാമും കൂടി കുറച്ച് കൂടുതൽ വരേണ്ട ആവശ്യമുണ്ട്. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഹൈ എൻഡ് മോഡലായ 6GB 128GB ഇൻറ്റേർണൽ സ്റ്റോറേജിൻ്റെ പ്രൈസ് എന്നുള്ളത് 15,000 ആണ്. സോ അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സെയിൽ വരുന്നത് 24th ജൂലൈ ആണ് ഫസ്റ്റ് സെയിൽ വരുന്നത്. MIയിലും അതേപോലെ തന്നെ ആമസോണിലുമാണ് ഇതിൻ്റെ സെയിൽ വരുന്നത്. സോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് റെഡ്മി നോട്ട് 9 കുറിച്ചും അതിൻ്റെ സ്പെക്കിനെ കുറിച്ചും അതിൻ്റെ വേരിയൻസിനെ കുറിച്ചുമുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ നിങ്ങൾ ഉപകാരപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, see you all in my next video.